അല്ല സ്വാമി, ഇതെന്താ പെട്ടി സഞ്ചൊക്കെ ആയിട്ട്? ഞാൻ പോവാണ് പൂട്ട. ശാപ്പാടാണ് വലുത് എന്ന് ഞാൻ ധരിച്ചിരുന്നു. അല്ലേ? അല്ല, മനസമാധാനമാണ്. ഈ വീട്ടിലെ താളം തെറ്റി. ഒരാളുടെ ഭാരം കുറഞ്ഞ അത്രയോ ആയല്ലോ. ടീച്ചറോട് പറഞ്ഞോ? ഇല്ലേ. എവിടേക്കാണ് പോണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരമില്ലല്ലോ. കുട്ടിയായിരിക്കുമ്പോ തന്നെ അവള് കരയെന്ന് കണ്ട എനിക്ക് വലിയ വിഷമായിരുന്നു. പുറപ്പെടുമ്പോ ആ കാഴ്ച കാണണ്ടല്ലോ എന്ന് കരുതി. അപ്പൂട്ടാ, ചോദിച്ചാ പറഞ്ഞേക്ക്, മാമ എന്നും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാഷ് പോകുന്നില്ലേ? സ്കൂൾ വിട്ടിട്ട് നേരം കുറെ ആയല്ലോ. അമ്മച്ചി പോവാടാ മോനെ. കണ്ട ജാതിക്കാരുടെ ആട്ടും തുപ്പും എല്ലാം കേട്ട് ഇത്രയും കാലം ഞാനിവിടെ കിടന്ന് നിന്നെ ഒരുത്തനെ ഓർത്തിട്ടാ. എനിക്ക് മതിയായി. ഈശോ, കരയാതമ്മച്ചി. നിങ്ങൾ എന്നതായി പറയുന്നേ? നിനക്ക് ഇവിടെ വലിയ വേലയൊന്നും ഇല്ലെന്ന് ഞങ്ങക്ക് മനസ്സിലായി തോമസ് കുട്ടിയെ. സുഖമില്ലാത്ത നമ്മുടെ അമ്മച്ചിയുടെ മുഖത്ത് നോക്കി ആ തള്ളക്ക് എന്നതൊക്കെയാ വിളിച്ചു പറഞ്ഞത്. അതും ഇതൊക്കെ പറഞ്ഞ അവന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ എന്റെ റോസിയെ നമുക്ക് പോവാ. ഹായ്, എന്തുള്ളത്? നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ? ഞങ്ങള് നമ്മുടെ വീട്ടിലേക്ക് പോവാടാ മോനെ. എനിക്ക് ഈ സങ്കടങ്ങളൊക്കെ നിന്റെ അപ്പച്ചനോട് പറഞ്ഞൊന്ന് പൊട്ടിക്കരയണം, എങ്കിലേ എന്റെ നെഞ്ചിന്റെ വേദന മാറും. ഈനാശൂട്ടി വന്നാ പറഞ്ഞേക്ക് ഞാൻ ഇവരുടെ കൂടെ പോയിന്. 2 ദിവസം മരിയോളം കൂടെ നിക്കാന്ന് വിചാരിച്ചു വന്നതാ. റോസി, എന്തുണ്ടി അവളെ എന്നെ വിളിച്ചത്? ഇത്തിക്കണ്ണീന്ന് കേട്ടട മോനെ, ഇത്തിക്കണ്ണീന്ന്. ഈനാശൂട്ടി ഇതങ്ങനെ അറിഞ്ഞ ഇവിടെ എന്തൊക്കെയാ നടക്കാൻ ദൈവം തമ്പുരാന് മാത്രം അറിയും. പോകാം അമ്മച്ചി. വരട്ടെ, ഞാൻ സരസ്വരോടൊന്ന് സംസാരിക്കട്ടെ. വേണ്ടടാ, നിന്റെ മോളെ ഒന്ന് കണ്ടു കൊതി പോലും തീർന്നില്ല എനിക്ക്. അവളെയും കൂട്ടിയിട്ട് വേണം വീട്ടിലേക്ക് പോകാനെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഏതെല്ലാം പള്ളി നേർന്നിട്ടാ നിന്റെ അപ്പച്ചന്റെ ദേഷ്യം ഒന്ന് മാറി കിട്ടിയെന്ന് അറിയാമോ? ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല അമ്മച്ചി. തോമസ് കുട്ടി അകത്തേക്കല്ലേ, അവളുടെ അപ്പനൊക്കെ വന്നിട്ടുണ്ട്. എഴുത്തയച്ച് വരുത്തിയതാ. അവര് മോളെ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുക്കാൻ പോവാണെന്ന്. എന്നിട്ട് കാതൂത്ത് കല്യാണമൊക്കെ നടത്തി അവരുടെ കൂട്ടത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുക. അതൊക്കെ കുട്ടിയുടെ അമ്മ തീരുമാനിച്ച മാതിരി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ അപ്പര് ചുണ വേണം. താമരശ്ശേരി കുടുംബക്കാർക്ക് ഇങ്ങനെ വിലയില്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അമ്മച്ചി നടക്ക്, ബസ് ഇപ്പൊ അങ്ങ് പോകും. ഞങ്ങള് പോവാ തോമസ് കുട്ടി. എന്റെ ഈനാശുട്ടി വന്ന പറഞ്ഞേക്ക് ഞാൻ പോയിരുന്നു. ഞങ്ങൾ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് സരസ്വായിട്ടപ്പ സംസാരിക്കാനുണ്ട്. തൃപ്തിയായേ? എന്റെ അമ്മച്ചും ചേച്ചി ഇവിടുന്ന് ഇറങ്ങിപ്പോയി. കാലത്ത് തുടങ്ങിയത് അവിടെ ബഹളം. എന്റെ വീട്ടുകാർ ആണേൽ എന്നെ അങ്ങ് ക്ഷമിച്ചുകൂടായോ? എന്നത്ര വിലയില്ലാത്ത എന്റെ കുടുംബക്കാര്. എന്റെ വീട്ടുകാർ ഇവിടെ വന്നപ്പോ തുടങ്ങിയതാ അവരുടെ അസുഖം. വഴക്കൂടാ, മനഃപൂർവ്വം കാരണങ്ങൾ ഉണ്ടാക്കുക എല്ലാവരും. ഒന്നും പറയണ്ട. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ പറ്റുകയില്ല. നാട്ടിലെ പള്ളി വെച്ച് ഞാൻ എന്റെ മോളെ മാമോദീസ മുക്കും. ആരോടും അഭിപ്രായം ചോദിക്കാൻ പോകുന്നില്ല. ആരെറുത്താലും എനിക്കൊരു പ്രശ്നമില്ല. എന്റെ മോള, അവളെ നല്ല രീതിയിൽ വളർത്താനുള്ള ചുമതല എനിക്കാ. പക്ഷെ പ്രസവിച്ച ഞാന്, എനിക്കും കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട്. എന്റെ മോൾ എങ്ങനെ വളരണമെന്ന് ഞാനും കൂടിയാ തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇക്കാര്യത്തിൽ ഞാനാ തീരുമാനിക്കേണ്ടത്. അതെപ്പി മുടിയും മാപ്പിളെ. ചച്ചു, ചുമ്മാ ഇരിക്കേ, ചൊല്ലിക്കൊടുവേ. നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെടാനുള്ള അധികാരം എനിക്കുണ്ട് മാപ്പിളെ. അവക്ക് അമ്മ ഇല്ലെങ്കിലും അമ്മയുടെ സ്ഥാനത്ത് ഞാനാ. മീനാക്ഷി, ചുമ്മാ എന്നാ അവൾക്ക് மட்டும் വായിരിക്കാ, നമുക്ക് വായില്ല. എന്നടി മാമി, ചുമ്മാ ഈ കുട്ടിയെ ഞാൻ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുത്ത് കാത് കുത്തി ഇവളുടെ അമ്മയുടെ പേര് സേതുലക്ഷ്മി. അങ്ങനെ ചുമ്മാ ഒന്നും പോവില്ല. ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടേ പോവും. നിങ്ങളുടെ കുട്ടിയോ? ഇതെന്റെ മോളാണെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ എന്റെ ഇഷ്ടം പോലെ വളർത്തും. நீ சும்மா இருடி. நீ எதுக்கு பயப்படுற? நீ பேசாம இரு. இந்த குழந்தைய நம்ம குழந்தையா தான் வளர்க்கணும். அவ குழந்தைய வளர்த்தப்படாது. நீ பேசாம இரு. ഇപ്പോഴാ നീ ആണായത്. എടാ, പെണ്ണുങ്ങൾ നമ്മുടെ വരുതിക്ക് നിൽക്കണം. നിന്നില്ലേ നിർത്താൻ പഠിക്കണം. ഇനി നീ ഒന്നും അറിയണ്ട. മാമോദീസ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ പൊന്നുമോനിങ്ങി വന്നല്ലോ.
ഇപ്പഴാ എന്റെ ശ്വാസം നേരെ വീണത്. റോസിയെ, ഞാൻ അമ്മച്ചിയോട് അപ്പോഴേ പറഞ്ഞില്ലയോ അവൻ അങ്ങനെ അവരുടെ താളത്തിനൊന്നും അവിടെ നിക്കത്തില്ല എന്ന്. ഒന്നുമില്ലല്ലോ, അവൻ എന്റെ ആങ്ങളെ ഇല്ലയോ? ഇല്ലയോ തോമസ് കുട്ടി? അമ്മയാരിപ്പോ അവിടെ കിടന്ന് പുകയിലുണ്ടാവും റോസിയെ. ഇറ്റിക്കണ്ണി ആരും നമുക്ക് കാണിച്ചു കൊടുക്കപ്പോ. അല്ല പിന്നെ എനിക്ക് പോണം. ഈശോയെ, ഇത് കേട്ടോ അമ്മച്ചി? നീ എന്നെ എത്രയാണ്ടാ പോകുന്നത്? ഇത് നിന്റെ വീടല്ലേ? ആ അത് തന്നെ. അതെ, പക്ഷെ എനിക്ക് പോണം. നാത്തൂനെ ഓർത്തിട്ടാണോ തോമസ് കുട്ടിയെ? എടാ, നിനക്ക് പെണ്ണുങ്ങളുടെ മനസ്സറിഞ്ഞൂടാ. 2-3 ദിവസം നീ അങ്ങോട്ട് ചെല്ലാതിരുന്ന നാത്തും കുഞ്ഞിനെയും കൊണ്ട് താനെ ഇങ്ങ് വരും. ഇല്ലെങ്കി ദേ നീ ഇവളെ ഇങ്ങനെ വിളി. ആ അതിനകത്ത് എന്നെ വിളിക്കുന്നേ. അതെന്താട്ടി? അയ്യോ, തൊള്ളക്ക് തുടങ്ങി. ഓടി. ഇപ്പൊ നീ അങ്ങോട്ട് പോയാല് ഈ ജന്മത്ത് നീ പറയുന്ന ഒരക്ഷരം അവള് കേൾക്കത്തില്ല. അപ്പച്ചാ, നമുക്ക് ഏതായാലും മാമോദിസം മുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം. സമയമാകുമ്പോ കുഞ്ഞിനെ കൊണ്ടുവന്നാ മതിയല്ലോ. അതെ. തോമാസൂട്ടി, നീ വിഷമിക്കണ്ടട മോനെ. നിന്നോട് അവളെ ഉപേക്ഷിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. കുറച്ച് ദിവസത്തേക്ക് നീ ഒന്ന് വിട്ടു നിക്കടാ. നീ ഇല്ലാത്തന്റെ വില അപ്പോഴേ അവൾ അറിയുള്ളൂ. നോക്കാൽ നമുക്ക് ആരും ജയിക്കാന്ന്. പക്ഷെ എനിക്ക് ഇന്നൊന്ന് പോണം. ഓ, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. സൂസി, നീ ഇച്ചാല് പോയാ കടക്ക വിരിച്ച് അമ്മച്ചി പോയി ചോറെടുത്ത് വയ്ക്കാൻ പറ്റി നോക്കി നിൽക്കാതെ. ഞാൻ മീൻകറിയും ചൂടാക്കട്ടെ. എഴുന്നേറ്റ് വാ മോനെ, ചോറുണ്ണാം. സാമ്പാർ കൂട്ടിക്കുട്ടി നിന്റെ വാ മരച്ച് കാണും. വാടാ എഴുന്നേറ്റ്. എല്ലടാ. ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആട്ടോ. വരട്ടെ. ഈശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞങ്ങള് നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഈനാ ചുട്ടിയെ. അതെയോ? ഇരിക്കുക. അല്ല, വീട്ടിൽ വന്നാലും നിന്നെ നേരെ കാണാൻ പറ്റത്തില്ലല്ലോ. നാട് മുഴുവൻ ഈ ടെമ്പോയ്ക്കാരി പറക്കല്ലേ എന്റെ ജോലി. റോസിക്കുട്ടിയെ, ദേ ഈനാശുപം വന്നടി. അല്ല, അപ്പൻ എന്തിനാണാവോ എന്നെ കാണണമെന്ന് പറഞ്ഞേ? നീ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കാ തോമസുട്ടിയെ. ഞാൻ പറയാവല്ലേ എന്റെ ഈനാശുകുട്ടി, ഞങ്ങളുടെ മോനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അവന്റെ കുഞ്ഞിനെ മാമോദിസം മുക്കുക നമ്മുടെ പള്ളി വെച്ച്. ഒരു നല്ല പേര് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്, റോസ്മേരിന്ന്. ഈശോയെ, ഇച്ചാനിത് എവിടെയായിരുന്നു? ഞാൻ എന്നും വിചാരിക്കും ഇച്ചാൻ ഇപ്പൊ വരുന്ന. പറ്റണ്ടേ മോളെ? തൊഴിലെന്ന് പറഞ്ഞ അവന് പണ്ടും ജീവനാ. ആ. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. അമ്മ ഇങ്ങോട്ട് വന്നത് നീ അറിഞ്ഞ ഈനാ ചുട്ടി? ഉവ്, ഞാൻ തറവാട്ടി പോയി പറഞ്ഞു. എനിക്ക് എന്റെ റോസയെ കാണാഞ്ഞിട്ട് വല്ലാത്ത വിമിഷ്ടായിരുന്നു. മനസ്സിലായി. അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള സ്നേഹം മൂത്താണല്ലോ ഞാൻ ഇവളെയും കൂട്ടി മാറി താമസിക്കേണ്ടി വന്നത്. അതിനിപ്പോ അമ്മയെ മാത്രമായിട്ട് കുറ്റമൊന്നും പറയണ്ട. ഏതമ്മയമ്മയ്ക്ക് ഇപ്പൊ പോരില്ലാത്തത്? റോസിയെ, ആ കാര്യം നീ ഇപ്പൊ ഇവിടെ വിളമ്പണ്ട. എന്താ വിളമ്പിയ? എടി പോരെ എവിടുന്ന് ഉണ്ടായിരുന്നു. ഇപ്പൊ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എന്തിനാണ് നീ എന്നെ എഴുത്തയച്ചു വരുത്തിയത്? സദ്യ ഉണ്ണാൻ. വിളമ്പടി. ചുമ്മാ ചുമ്മാ. പാവല്ലേടി തോമസ് കുട്ടി. കളിക്കണ്ട നീ. ഞാനേ നിന്റെ വീട്ടിൽ പോയിട്ടാ വരുന്നത്. അന്ന് നീ എല്ലാവരും എതിർത്ത് അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോ എനിക്ക് നിന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയിരുന്നു. ബഹുമാനം മാത്രമല്ല, കുറച്ച് അസൂയി. ഇപ്പൊ അതൊക്കെ പോയിട്ട് അളയാ, ഞാൻ അതിനെ അങ്ങനെ ഒന്നും പറയണ്ട. എടാ, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കൊരൊറ്റ അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളൂ. ആടിക്കളിക്കരുത്.